ഉന്തി വണ്ടി കയറി. ഉസ്താദന്മാരെ എന്നെ കൊണ്ട്, ഉസ്താദന്മാരാണ് എനിക്ക് കാലൊക്കെ ഞെക്കി തന്നു. എനിക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന, എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന എന്റെ ഉസ്താദുമാർ എനിക്ക് കാലൊക്കെ ഞെക്കി 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 തന്നു. എന്നിട്ട് ഞാൻ വണ്ടി കയറി. അങ്ങോട്ട് പോകാൻ നേരത്ത് എനിക്ക് വാഴ്ന്നു പറയാൻ പറ്റുന്നില്ല, തടസ്സം തന്നു. നാവിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി തന്നു. ഉടൻ തന്നെ മുത്തുനബി വീണ്ടും അവിടെ വന്നു, എന്നെ സഹായിച്ചു. മോൻ പോയി ഇരുന്നാൽ മതി, ഞാൻ പറയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ അന്നത്തെ എന്റെ വാഴ്? നിങ്ങൾ എല്ലാരോടും ഞാൻ ക്ഷമ ചോദിക്കാണ്, പൊരുത്തം ചോദിക്കാണ്. ഞാനല്ല അന്ന് അവിടെ വാഴ് പറഞ്ഞത്, ഞാനല്ല അവിടെ പ്രസംഗിച്ചത്. മുത്തുനബിയാണ് അവിടെ എന്നെ കൊണ്ട് വാഴ് പറയിപ്പിച്ചത്. ഒരു കഴിവില്ലാത്ത കുട്ടിയാണ് ഞാൻ കേട്ടോ, ഒരു കഴിവും എനിക്കില്ല. ആരും ഒരാളും എന്താക്കണ്ട, ഒരാളും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളൊക്കെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു. ഉസ്താദിന് എന്തോ ശൈത്താൻ കയറിയതാ, ജിന്ന് കയറിയതാ, ഉസ്താദ് ഒന്നും അങ്ങോട്ട് നല്ലതുപോലെ പറയുന്നില്ല, ധിക്കരിക്കുന്നു എന്നൊക്കെ, വേറെ രീതി പ്രസംഗിക്കുന്നൊക്കെ. മുത്തുനബിയല്ലേ എന്നെ കൊണ്ട് വാഴ് പറയിപ്പിച്ച്, ഞാനല്ലല്ലോ. പൊരുത്തപ്പെടണേ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ സിഹർ ബാത്തിലാവണ്ടേ? സിഹർ ബാത്തിലാവാൻ വേണ്ടി മുത്തുനബി പറഞ്ഞു മേട്ടുംപുറത്ത് വരാൻ. മേട്ടുംപുറം ഉപ്പാന്റെ മക്കാമിലേക്ക് രാത്രി ഇശാ കഴിഞ്ഞ് എന്റെ ഉമ്മയും 3 കുഞ്ഞുമാമാരും അനിയനെക്കാട്ട് പോയി. അവരൊക്കെ സാക്ഷികളാ. പോയി ചോദിച്ചു നോക്ക്. വിശ്വാസമായില്ലെങ്കിൽ പോയി അവരോട് ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് സംശയം